ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി ഇന്ന്, അതായത് ഡിസംബർ 8-ാം തീയതി 11 മണിക്ക് രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാ ജനങ്ങളും, എനിക്ക് ഉറപ്പാണ് ജനങ്ങളെല്ലാവരും തന്നെ 11 മണിക്ക് ടി വി വെച്ചിട്ടുണ്ടാവും. അതിന് മുന്നേ തന്നെ ടി വി വെച്ചിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം ഈ ഒരു വിധി കേൾക്കാൻ വേണ്ടിയിട്ട്. ഇത് വിധി ഓൾറെഡി വന്നു. 10 പ്രതികളുള്ളതിൽ ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരാണെന്നും ബാക്കിയുള്ള 7, 8, 9, 10 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. ഇതിൻ്റെ ശിക്ഷാവിധി ഡിസംബർ 11 വെള്ളിയാഴ്ച ആയിരിക്കും. അതായത് 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ്, 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ്. ഇവരാണ് 6 പ്രതികൾ. ഇവർ കുറ്റക്കാരാണെന്നും ഡിസംബർ 11-ാം തീയതി ഇവരുടെ ശിക്ഷാവിധിയും വരുന്നു. 8-ാം പ്രതിയായ ജനപ്രിയ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. ഇത് പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഇനി അതിജീവിത അപ്പീലിന് പോവുകയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉണ്ടല്ലോ. ഇതൊരു അന്തിമ വിധിയായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. എനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? അതായത് ദിലീപ് കോടതിയിലേക്ക് വരുന്നു. കോർട്ട് റൂമുണ്ട്. അതിൽ ജഡ്ജി ഹണിയാണ്. ആ പുള്ളിക്കാരി വരുന്നു. ദിലീപിനെ കാണുമ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്ത് തരാം. വീഡിയോ ആണ്, പക്ഷേ അത് കോപ്പിറൈറ്റ് വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് ഓഡിയോ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾക്ക് ആണ് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഈ പൾസർ സുനി അടക്കം ഈ 6 പ്രതികൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു? 2, ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയ കാര്യമായിരുന്നോ ഇത്? ഓക്കെ, ഇപ്പോൾ ഇത് ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയത് തന്നെ ഇരിക്കട്ടെ. എന്തിന് ഈ നടിയെ മാത്രം സെലക്ട് ചെയ്തു? അപ്പോൾ ഇതിലൊരു ഗൂഢാലോചന ഇല്ല. എനിക്കറിയാം ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാൻ കുറച്ച് ടഫാണ് ഗൂഢാലോചന തെളിയിക്കാൻ. പക്ഷേ എന്നാൽ അത്യാവശ്യ തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് കൂടിയും അതൊന്നും തെളിവുകളായിട്ട് കോടതി എടുത്തില്ലെന്ന് മാത്രമല്ല, അവരെ വെറുതെ വിടുകയും ചെയ്തു. അതായത് അന്ന് ദർബാർ ഹാളിൽ വെച്ച് മഞ്ജു വാര്യർ പറഞ്ഞ കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മുടെ ADGP സന്ധ്യ അടക്കമുള്ള ആൾക്കാർ മുന്നോട്ട് വന്നത്. അതായത് മഞ്ജു വാര്യർ ദർബാർ ഹാളിൽ വെച്ച് പറഞ്ഞൊരു ക്രിമിനൽ ഗൂഢാലോചന അത് നടക്കുന്നതെന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടർ ആണ് പിന്നെ നമ്മൾ കണ്ടത്. പിന്നെ ദിലീപ് ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് ദിലീപ്, അതായത് കോടതിയിലേക്ക് പോയ ദിലീപ്, മൗനം പാലിച്ച് പോയ ദിലീപിൽ ഒരുപാട് ആശങ്കകളൊക്കെ ഏറിയ മുഖമായിരുന്നു. പക്ഷേ ദിലീപിന് അറിയാമായിരുന്നു, വെറുതെ വിടുമെന്ന് അറിയാമായിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം കോടതിയിൽ നിന്ന് ഇറങ്ങിയ ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നേ വന്ന് നെഞ്ചു വിരിച്ചു നിന്നതുകൊണ്ട് തന്നെ സംസാരിച്ചു. അതും ക്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് കുക്കപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് എന്ത് പറയണമെന്ന് പഠിച്ച് വന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. അതായത് മഞ്ജു വാര്യർ എതിരെ പറയുകയും സത്യം ജയിക്കട്ടെ, എന്താ പറയുക, സർവേശ്വരനോട് നന്ദി പറയുന്നു, കൂടെ നിന്നവരോടൊക്കെ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചില മാധ്യമങ്ങളെയും അതിന് ഒത്താശ ചെയ്ത് കൊടുത്ത മാധ്യമ പ്രവർത്തകരെയും പരാമർശിച്ചതുകൊണ്ടാണ് ദിലീപ് തുടങ്ങിയത്. അതേപോലെ തന്നെ ADGP സന്ധ്യയും പരാമർശിച്ചിരുന്നു. ദിലീപിൻ്റെ കരിയർ, ഫാമിലി എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന നടത്തി എന്നാണ് ദിലീപ് അവിടെ അവകാശപ്പെടുന്നത്. എന്നാൽ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഈ ഗൂഢാലോചന നടത്തിയത് ആരാണ് എന്ന് ചോദിക്കുന്നതിൽ ഇത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ, ഇനി അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല, സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ ഇനിയുള്ള അപ്പീൽ പോകുമ്പോൾ നമുക്ക് നല്ലത് പ്രാർത്ഥിക്കാം. വിദൂര കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അതിലെ പ്രതികൾക്കും അതിലെ ജഡ്ജിനും എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഈ 8-ാം പ്രതിയായ ദിലീപ് കുറ്റക്കാരനല്ല എങ്കിൽ ഓക്കെ, നല്ല കാര്യം. അതല്ല, ആൾ കുറ്റക്കാരനാണ് എങ്കിൽ കോടതിയുടെ മുമ്പിൽ നിന്ന് അയാൾ കുറ്റവിമുക്തനായാലും നേരെ ഒരു മേളിലൊരു ഗോഡെന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, ഒരാളുണ്ടല്ലോ, ആളുടെ കോടതിയിൽ നിന്നും കുറ്റവിമുക്തനാവാൻ പറ്റില്ല. അത്രമേൽ ക്രൂരത, അത്രമേൽ ഹരാസ്മെൻറ്റ്, അത്രമേൽ അസോൾട്ട് നടത്തിയ ഒരു പെൺകുട്ടി ഇത്രയും വിഷമിച്ചിരിക്കുമ്പോൾ ഒരിക്കലും സർവേശ്വരന് അല്ലെങ്കിൽ ദൈവത്തിന് ഇത് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. 2017 ഫെബ്രുവരി 17 7:45 തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് നടി വരുന്നത്. കൂടെ നടിക്ക് വേണ്ടിയിട്ട് കാറിലുള്ളത് ഡ്രൈവർ,
ആയ മാർട്ടിൻ ആൻ്റണിയാണ്, അതായത് ഈ കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആൻ്റണി. KL 395700 മഹേന്ദ്ര XUV കാറിലാണ് ഇവർ വരുന്നത്. അതേസമയം പൾസർ സുനി ഒരു ടെമ്പോ ട്രാവലറിൽ മണികണ്ഠനും വിജീഷിൻ്റെയും കൂടെ ഉണ്ട്. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, അതായത് മാർട്ടിൻ ഓൾറെഡി ക്ലൂ കൊടുക്കുന്നുണ്ട് പൾസർ സുനിക്ക്, ഇന്ന സ്ഥലത്തെത്തി എന്നുള്ളത്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ഈ ഒറ്റപ്പെട്ടൊരു സ്ഥലത്തെത്തിയപ്പോൾ ഈ ടെമ്പോ ട്രാവലർ കൊണ്ടുവന്ന് ഈ നടിയുടെ കാറിൻ്റെ ബാക്കിൽ വന്ന് ഇടിക്കുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആക്സിഡൻറ്റ് എന്ന് നമുക്ക് വേണേൽ പറയാം. ആക്സിഡൻറ്റ് എന്നൊരു ഇതാണ്, ഫ്രെയിമാണ് അവർ ചിത്രീകരിക്കുന്നത്. ഒരു തിരക്കഥ, സിനിമയാണല്ലോ, തിരക്കഥ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ മാർട്ടിൻ കാറിൽ നിന്ന് ഇറങ്ങി അവരുമായിട്ട് വാക്തർക്കങ്ങൾ ഉണ്ടാവുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ മണികണ്ഠനും വിജീഷും നടിയുടെ കാറിലേക്ക് വന്ന് നടിയുടെ കൂടെ കയറിയിരിക്കുന്നു. അപ്പം നടി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ സംഭവിക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നീ സേഫാണ്, അതായത് നടി സേഫാണ്, ഞങ്ങൾക്ക് വേണ്ടത് മാർട്ടിനെയാണ്. മാർട്ടിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന വ്യാജേന കാർ ഓടിക്കാൻ പറയുന്നു. അതിനുശേഷം വേറൊരു സീപോർട്ട് എയർപോർട്ട് റോഡ്, ആ ഒരു റോഡിലാകുമ്പോൾ പൾസർ സുനി എന്ത് ചെയ്യുന്നു, ഈ കാറിലേക്ക് വരുന്നു. മണികണ്ഠൻ ആണെന്തോ കാർ ഓടിക്കുന്നത്. അങ്ങനെ മാർട്ടിനെ ആ ടെമ്പോ ട്രാവലർ കയറ്റുന്നു. അങ്ങനെ എന്തൊക്കെയോ എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. 3 മണിക്കൂർ സമയമാണ് ആ ഒരു തടങ്കലിൽ ആ ഒരു നടി വീർപ്പ് മുട്ടിയിരിക്കുന്നതും നടിയുടെ വാ പൊത്തിപ്പിടിക്കുന്നതും ഫോൺ തട്ടിപ്പറിക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എത്രത്തോളം കഷ്ടത അനുഭവിച്ചു കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, എത്രത്തോളം. അതിനുശേഷം എല്ലാം നടത്തിയതിന് ശേഷം മാർട്ടിൻ വരുന്നു, കാർ എടുക്കുന്നു. നടിയോട് പറയും, ഞാൻ ഒന്നും അറിഞ്ഞില്ല മാഡം, എന്താ പറയുക, എനിക്കറിയത്തില്ല ഇവരെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ മാർട്ടിൻ നടിയെ ലാലിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവിടുന്നു. പക്ഷേ എല്ലാവർക്കും മാർട്ടിനെ ഒരു ഡൗട്ട്, കാരണം പൾസർ സുനീനെ അതിജീവിത ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തിരുന്നു, ആരാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തു. മാർട്ടിൻ ഓൾറെഡി മാർട്ടിനുമായിട്ടൊരു എന്താ പറയുക, ഒരു ഡൗട്ട് ഉണ്ടായി. മാർട്ടിൻ മുങ്ങാൻ നിൽക്കുമ്പോഴാണ് എല്ലാവരും അവനെ പിടിച്ച് തടങ്കലാക്കി പോലീസിൽ കൊടുക്കുന്നത്. പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിൽ, അല്ലെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന ആ ഒരു തിരക്കഥ പുറത്തു വരികയാണ് ചെയ്യുന്നത്. 3 മണിക്കൂറോളം ആ കുട്ടിയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കാൻ ഈ കോടതിക്ക് ചിലപ്പോൾ മനസ്സിലാവുമെന്ന് വരുന്നില്ല. കാരണം പലരുടെയും പണത്തിന് മീതെ പലതും പറക്കില്ല എന്നാണല്ലോ, അതുകൊണ്ടാവാം. സാമ്പത്തിക ഇടപാട് പോലും രേഖകൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഇതിനൊരു ക്ലാരിറ്റി വന്നില്ല, അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നൊക്കെ എന്താ പറയുക, ഒരു ഓഡിയോ തെളിവും ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളുണ്ടായിരുന്നു. ബാലചന്ദ്രകുമാർ കൊടുത്ത ഡിജിറ്റൽ തെളിവുകൾ ഒന്നും അംഗീകരിക്കാൻ പറ്റിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇത്രത്തോളം തെളിവുകളുണ്ട്. ഒരു നടി ആക്രമിക്കപ്പെട്ടു, 6 പ്രതികൾ എന്തിനു വേണ്ടി നടിയെ ആക്രമിച്ചു എന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരവില്ലേ? കോമൺ ആയിട്ടുള്ള കുറേ ആൾക്കാർ, സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓക്കെ 6 പ്രതികളാണ്, ആ പ്രതികൾ എന്തിന് ഈ നടിയെ ആക്രമിച്ചു? അതിനൊക്കെ ഒരു ഉത്തരം വേണ്ടേ, എന്തിനു ആക്രമിച്ചു? ഏതായാലും ഇനി അപ്പീലിന് പോകുമ്പോൾ ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അവിടെയെങ്കിലും വിധി നല്ലത് വരും. ഇത് ദിലീപിൻ്റെ അന്തിമ വിധിയായിട്ടൊന്നും പ്രഖ്യാപിക്കേണ്ട. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ എന്തായാലും ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്.